ഹലോ ഫ്രണ്ട്സ്, വെർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് നോക്കുന്നത് പി കെ നാഗിൻ്റെ എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ടെക്സ്റ്റിനകത്തെ 4th ചാപ്റ്ററാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ പറയുന്നുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ പറയുന്നത് എനർജി ക്യാൻ ബി ഇൻ 2 ഫോംസ്. അപ്പോൾ എനർജി എന്താണ്, 2 ഫോമിലാണ് എന്ത് ചെയ്യുന്നത്, എനർജി വരുന്നത്. ദാറ്റ് ഈസ് ഇൻ ട്രാൻസിറ്റ്. അപ്പോൾ അത് എനർജി ഇൻ ട്രാൻസിറ്റ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്താണ് എനർജി ഇൻ സ്റ്റോറേജ്. അപ്പോൾ ഈ ഒരു ട്രാൻസിറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ആയിരിക്കാം, അതിനകത്ത് വർക്ക് എനർജി അതുപോലെ തന്നെ ഹീറ്റ്, 2 ഫോംസ് ഓഫ് എനർജിയാണ് വരുന്നത്. എന്താണ് ഇത്, അറ്റ് ദി ബൗണ്ടറി ഓഫ് ദി സിസ്റ്റം ആയിരിക്കും വരുന്നത്. ദെൻ ഇനി സ്റ്റോറേജിലുള്ള എനർജി എന്ന് പറയുമ്പോൾ എങ്ങനെ ആയിരിക്കും, അത് മൈക്രോസ്കോപ്പിക് ഉണ്ട്, അതേപോലെ തന്നെ മൈക്രോസ്കോപ്പിക് ഉണ്ട്. സോ ഇപ്പോൾ മൈക്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ for the energy stored in either microscopically by virtue of motion, position or configuration of system. അപ്പോൾ അതെങ്ങനെയാണ് ഇത്, by the motion of the system, then position of the system, by the configuration of the system. then ഈ മൈക്രോസ്കോപ്പിക്കലി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ആ ഒരു സിസ്റ്റം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ആറ്റം മോളിക്യൂൾസിലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു മൈക്രോസ്കോപ്പിക് എനർജി സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കുക. സോ ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെവൽ മെയിനായിട്ട് വരുന്നത് എനർജിയാണ്. സോ അതിൽ എനർജി അങ്ങനെ 2 ഫോമിൽ, അതായത് ഇൻ ട്രാൻസിറ്റ് അതുപോലെ തന്നെ എങ്ങനെ ആയിരിക്കും സ്റ്റോറേജ് എനർജി ഉണ്ടായിരിക്കും. സോ ഇപ്പോൾ ഇൻ ട്രാൻസിറ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കും, അറ്റ് ദ ബൗണ്ടറിയിൽ വർക്കായിട്ടും അതുപോലെ തന്നെ ഹീറ്റ് ആയിട്ടും ആയിരിക്കും വരുന്നത്. ദെൻ സ്റ്റോറേജ് എനർജി എന്ന് പറയുമ്പോൾ എങ്ങനെ ആയിരിക്കും, അത് മൈക്രോസ്കോപ്പിക്കലി ആവാം. സോ ഇപ്പോൾ മാക്രോ എന്ന് പറയുമ്പോൾ എങ്ങനെ ആയിരിക്കും, മോഷൻ, ദെൻ പൊസിഷൻ ആൻഡ് കോൺഫിഗറേഷൻ ഓഫ് സിസ്റ്റം ആയിരിക്കും എന്ത് ചെയ്യുന്ന ഒരു മൈക്രോസ്കോപ്പിക് എനർജി വരുന്നത്. ദെൻ അല്ലെങ്കിൽ ബൈ വിർച്യൂ ഓഫ് ദി മോഷൻ, പൊസിഷൻ ആൻഡ് കോൺഫിഗറേഷൻ ഓഫ് ദ സിസ്റ്റം. പിന്നെ അടുത്തത് വരുന്നത് മൈക്രോസ്കോപ്പിക്കൽ എനർജിയാണ്. സോ ഇപ്പോൾ അതായിരിക്കും ഈ ഒരു സിസ്റ്റം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള മോളിക്യൂൾസ് അതുപോലെ തന്നെ ആറ്റംസിലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു മൈക്രോസ്കോപ്പിക് എനർജി വരുന്നത്, ഈ സ്റ്റോറേജ് എനർജി വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ലോ ഫോർ ക്ലോസ്ഡ് സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത്, അടുത്തൊരു ടോപ്പിക് വരുന്നത്. അപ്പോൾ ക്ലോസ്ഡ് സിസ്റ്റം എന്തായിരിക്കുന്നത് നല്ലതായിരിക്കും അറിയുന്നു വിചാരിക്കുന്നു. സോ ഫിക്സഡ് മാസ് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിനകത്തേക്ക് എനർജി ട്രാൻസ്ഫർ ഉണ്ടായിരിക്കും, ദെൻ മാസ് ട്രാൻസ്ഫർ ഉണ്ടായിരിക്കില്ല. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു എന്താണ്, ഒരു പിസ്റ്റൺ ആൻഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിലിണ്ടറിനെ കൺസിഡർ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റ് ലോ ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് എ സൈക്കിൾ. ഒരു ക്ലോസ്ഡ് സിസ്റ്റം എന്താണ്, ഒരു സൈക്ലിക് പ്രോസസ് ഒക്കെ അറിയുന്നുണ്ടെന്ന് വിചാരിക്കുക. സോ ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ആൻഡ് പെർഫോമൻസ് ഓഫ് വർക്ക് മേ ബോത്ത് കോസ് ദ സെയിം ഇഫക്റ്റ് ഇൻ എ സിസ്റ്റം. അപ്പോൾ എന്തായിരിക്കും, ഈ ഒരു ഹീറ്റ് അതുപോലെ തന്നെ എന്താണ് വർക്കിൻ്റെ പെർഫോമൻസ് എന്തായിരിക്കും, ഒരു സിസ്റ്റത്തിനകത്ത് സെയിം എഫക്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹീറ്റ് ആൻഡ് വർക്ക് ആർ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് സെയിം എൻറ്റിറ്റി കോൾഡ് എനർജി. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, ഇൻ ട്രാൻസിറ്റ് എനർജിയുള്ള 2 എനർജിയാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് എനർജി അതുപോലെ തന്നെ എന്താണ് ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. സോ ഇപ്പോൾ രണ്ടായാലും എന്താണ് സെയിം എഫക്റ്റ് ആണ് എന്ത് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താണ്, രണ്ടും കൺസേർവ്ഡ് ആണ്. എനർജി വിച്ച് എൻ്റർ എ സിസ്റ്റം ആസ് ഹീറ്റ് മേ ലീവ് ദ സിസ്റ്റം ആസ് വർക്ക്. സോ ഇപ്പോൾ ഹീറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, ഒരു സിസ്റ്റത്തിലേക്ക് എനർജി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇതിനകത്ത് നിന്ന് വർക്കായിട്ടായിരിക്കും എനർജി ലീവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്ലോസ്ഡ് സിസ്റ്റം കൺസിഡർ ചെയ്യാം. സോ ഇതാണ് എന്ത് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇതെന്താണ്, ഇത് അഡയാബാറ്റിക് വാളാണ് വരുന്നത്. ദെൻ സോ ഇതെന്താണ്, ഇത് ഒരു വെയിറ്റ് ആണ്. ദെൻ ദിസ് ഇസ് ഒരു പുള്ളി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സോ ഇത് വാട്ടർ ആണ്. ദെൻ തെർമോമീറ്റർ, ദെൻ ഇത് പാഡിൽ വീല്. സോ ഇപ്പോൾ ഇവരെന്ത് ചെയ്യുക, ക്ലോസ്ഡ് സിസ്റ്റം വെച്ച് കൺസിസ്റ്റ് ഓഫ് നോൺ മാസ് ഓഫ് വാട്ടർ. അപ്പോൾ എന്താണ്, നോൺ മാസ് ഓഫ് വാട്ടർ ആണ്. ദെൻ in an adiabatic vessel having a thermometer and a paddle wheel as shown in figure. ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ള പോലെ എന്താണ്, ഇതിനകത്ത് വാട്ടർ, നമുക്ക് എന്താണ് നോൺ മാസ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണിത്. വാട്ടറാണ് എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ വർക്കിംഗ് ഫ്ലൂയിഡ് നമുക്ക് വേണമെങ്കിൽ പറയാം. ദ ക്വാണ്ടിറ്റി ഓഫ് അറ്റ് എ സർട്ടൻ എമൗണ്ട് ഓഫ് വർക്ക് ബി ഡൺ അപ്പോൺ ദ സിസ്റ്റം ബൈ ദ പാഡിൽ വീൽ. സോ ഇപ്പോൾ എന്താണ്, ഈ ഒരു പാഡിൽ വീൽ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു സിസ്റ്റത്തിനകത്ത് നമ്മൾ വർക്ക് ചെയ്തു. ഓക്കെ,
സോ അപ്പോൾ വർക്ക് ഇൻ ടു ദ സിസ്റ്റം ആണ് വരുന്നത്. ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ക്യാൻ ബി മെഷർഡ് ബൈ ഫോൾ ഓഫ് വെയിറ്റ് വിച്ച് ഡ്രൈവ് ദി പാഡിൽ വീൽ ത്രൂ എ പുള്ളി. നമ്മൾ എത്ര എമൗണ്ട് ഓഫ് വർക്ക് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് ഈ ഒരു പാഡിൽ വീൽ, ഓക്കെ, ഈ പാഡിൽ വീൽ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. ദെൻ ഈ ഒരു വെയിറ്റ് എന്താണ്, ഒരു ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് എന്ത് ചെയ്യാൻ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രയും എമൗണ്ട് ഓഫ് വർക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് പറയാം. സോ ഇപ്പോൾ ഈ ഒരു വെയിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പാഡിൽ വീലിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ എത്ര എമൗണ്ട് ഓഫ് വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു പൊസിഷനിൽ നിന്ന് എന്ത് ചെയ്യുക, വേറൊരു പൊസിഷനിലേക്ക് ഫോളോ ചെയ്യാൻ വേണ്ടുന്ന അത്രയും എമൗണ്ട് ഓഫ് വർക്ക് ചെയ്തു എന്ന് നമുക്ക് പറയാം. ദെൻ ഇതിൻ്റെ ടെമ്പറേച്ചർ എന്താണ്, T1 എന്ന് പറയുന്നത് അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചറിന് ഈക്വൽ ആയിരുന്നു. ആഫ്റ്റർ ദ വർക്ക് ഡൺ ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, T2 ടെമ്പറേച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ദ പ്രോസസ് 1 to 2 അണ്ടർഗോ ബൈ ദ സിസ്റ്റം ഈസ് ഷോൺ. സോ ഇപ്പോൾ ഈ ഒരു ഫിഗറിനകത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ജനറലൈസ്ഡ് XY കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജസ്റ്റ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും ഈ ഒരു 1 to 2 എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ. ഓക്കെ, the insulation will be removed, the system and surrounding interact by heat transfer till the system return to original temperature T1. ഓക്കെ, എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ എന്ത് ചെയ്തു, അഡയാബാറ്റിക് വോളാണ്, അതായത് ഇൻസുലേറ്റഡ് വോളാണ് വരുന്നത്. സോ ഇതിപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ ഇൻസുലേഷൻ റിമൂവ് ചെയ്തു. ഇൻസുലേഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, സിസ്റ്റം അതുപോലെ തന്നെ എന്ത് ചെയ്യാം, സറൗണ്ടിങ്ങും തമ്മിൽ ഇൻട്രാക്ഷൻ വരും. സിസ്റ്റം സറൗണ്ടിങ് തമ്മിൽ ഇൻട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇത് ഇക്വിലിബ്രിയം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, ഇക്വിലിബ്രിയം അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വേരിയബിൾ എന്താണ്, ഇപ്പോൾ ടെമ്പറേച്ചർ ആണ് എന്ത് ചെയ്യുന്നത്, അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചറിൽ നമ്മൾ വർക്ക് ഇൻപുട്ട് കൊടുത്തു. ഓക്കെ, W12 എന്ന് പറയുന്ന വർക്ക് ഇൻപുട്ട് കൊടുത്തത് കൊണ്ട് എന്താണ്, ഇപ്പോൾ ഇതിൻ്റെ T2 എന്ന് പറയുന്ന ടെമ്പറേച്ചറാണ് നിൽക്കുന്നത്. ഓക്കെ, അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചറിനേക്കാളും എന്താണ് T2 ടെമ്പറേച്ചറിലേക്ക് റൈസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സിസ്റ്റം നിൽക്കുന്നത്. സോ ഇപ്പോൾ എന്ത് ചെയ്യാം, അത് റിമൂവ് ചെയ്യും. ഓക്കെ, ആ ഒരു T2 എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ നിന്ന് എന്ത് ചെയ്യും, T1 ടെമ്പറേച്ചർ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചറിലേക്ക് എന്ത് ചെയ്യും, ഈ ഒരു സിസ്റ്റം ലോവർ ചെയ്യും അല്ലെങ്കിൽ ഫോൾ ചെയ്യും. അറ്റൈനിങ് ദി കണ്ടീഷൻ ഓഫ് തെർമൽ ഇക്വിലിബ്രിയം വിത്ത് അറ്റ്മോസ്ഫിയർ, the heat transfer Q2 to 1 from the system doing this process 2 to 1. ഇപ്പോൾ എന്താണ് 2 to 1 എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് ഇപ്പോൾ എന്താണ്, നമ്മൾ ഇതിനകത്തുള്ള ഹീറ്റ് ആണെന്ന്, അതായത് Q2 to 1 ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോസസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഹീറ്റ് എന്തായിട്ടുണ്ട്, അറ്റ്മോസ്ഫിയറിലേക്ക് എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം എന്താണ്, അതിനകത്തുണ്ടായിരുന്ന ഹീറ്റിനെ എന്ത് ചെയ്തു, റിജക്ട് ചെയ്തു. The system thus execute a cycle which consists of a definite amount of work input to system followed more to from അതിനകത്തേക്ക് W1 to 2 എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഓഫ് വർക്ക് എന്ത് ചെയ്തു, ആഡ് ടു ദ സിസ്റ്റം, ആൻഡ് ദെൻ എന്താണ് Q2 to 1 എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്ട് ചെയ്തുകൊണ്ട് എന്താണ്, അപ്പോൾ ഈ ഒരു സിസ്റ്റം എന്താണ്, ഒരു 1 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. It has been found that which W1 to 2 is always proportional to the heat Q2 to 1, and the constant of proportionality is called Joule's equivalent or the mechanical equivalent of heat. So അപ്പോൾ അതിലേക്ക് എന്താണ്, നമ്മൾ ഒരു W1 to 2 എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് വർക്ക് ആഡ് ചെയ്തു. അതേപോലെ തന്നെ എന്താണ് Q1 to 2 എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്ട് ചെയ്തുകൊണ്ട് എന്താണ്, നമ്മളൊരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് അറിയാം ഈ ഒരു സിസ്റ്റം. സോ അപ്പോൾ അതിനെ നമുക്ക് എന്താണ് മാത്തമാറ്റിക്കലി ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, W1 to 2 is equal to, അല്ലെങ്കിൽ സം ഓഫ് ദ വർക്ക് ആഡഡ് ടു ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു J ഇൻറ്റു സം ഓഫ് ഹീറ്റ് റിജക്റ്റഡ് ഫ്രം ദ സിസ്റ്റം, അല്ലെങ്കിൽ ഹീറ്റ് ഇന്ററാക്ഷൻ വിത്ത് ദ സിസ്റ്റം ആൻഡ് ദി സറൗണ്ടിങ്. സോ ഈ ഒരു ജേനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്, ജൂൾസ് ഈക്വലന്റ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഇക്വലന്റ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, the simple example given, there are only 2 energy transfer quantities as system perform as thermodynamic cycle. അപ്പോൾ ഈ ഒരു തെർമോഡൈനാമിക് സൈക്കിൾ എന്താണ്, ഇതൊരു എക്സാമ്പിൾ നമ്മൾ എടുത്താണ്. അപ്പോൾ ഇവിടെ എന്താണ്, ആകെ 2 ക്വാണ്ടിറ്റി, അതായത് വർക്ക് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി, ഹീറ്റ് എന്ന് പറയുന്ന ഒറ്റ ക്വാണ്ടിറ്റി മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ, ഈ ഒരു സിസ്റ്റമായിട്ട് ഇന്ററാക്ഷൻ വന്നിട്ടുള്ളൂ. If the cycle involve many more heat and work quantities, the same result will be found. എന്നാണ് ഇതിനകത്ത് ഒന്നിലധികം വർക്ക് അഡീഷനോ അല്ലെങ്കിൽ വർക്ക് ഇന്ററാക്ഷനോ അതേപോലെ തന്നെ ഒന്നിലധികം ഹീറ്റ് ഇന്ററാക്ഷനോ ഈ ഒരു സിസ്റ്റം സറൗണ്ടിങ് തമ്മിൽ നടന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെങ്ങനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ ഈ ഒരു എക്സാമ്പിളിൽ എന്താണ്, ഒറ്റ വർക്ക് അഡീഷനും അതേപോലെ തന്നെ ഒറ്റ ഹീറ്റ് റിജക്ഷനും വരുന്നുള്ളൂ. ഇനിയിപ്പോൾ എത്ര എമൗണ്ട് ഓഫ് വർക്ക് ഇന്ററാക്ഷനോ ഹീറ്റ് ഇന്ററാക്ഷനോ ഉണ്ടെങ്കിൽ സെയിം റിസൾട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഇതിനെ
സോ ഇതിനെ നമുക്ക് എങ്ങനെയാണ് സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് dw ഈസ് ഈക്വൽ ടു j ഇൻറ്റു സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് dq എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ dq റെപ്രസെന്റ് ചെയ്യുന്നത് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഫോർ ദി സൈക്ലിക് ഇന്റഗ്രൽ ഫോർ ദി ക്ലോസ്ഡ് പാസ് ആണ്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത് ഫസ്റ്റ് ലോ ഫോർ ക്ലോസ്ഡ് സിസ്റ്റം undergoing a cycle. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സുകളിലെ ടെക്സ്റ്റിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ പ്ലസ് 1 ടെക്സ്റ്റിലൊക്കെ എന്ത് ചെയ്യും, ഇത് പഠിക്കാനുണ്ടായിരിക്കും. സോ ഇപ്പൊ ഇതാണ് ജൂൾസ് എക്സ്പെരിമെന്റ് ആണ് ഈ ഒരു കാണുന്നത്. എന്താണ് ഒരു പാഡിൽ വീല്, ഇതൊരു സിസ്റ്റം, എന്താണ് വാട്ടറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു സിസ്റ്റത്തിനകത്തേക്ക് നമ്മൾ എങ്ങനെയാണ് വർക്ക് ആഡ് ചെയ്യുന്നത്, ഒരു പാഡിൽ വീല് അല്ലെങ്കിൽ ഒരു വെയിറ്റ്, ഒരു പുള്ളി, അതുപോലെ തന്നെ ഒരു പാഡിൽ വീല് വെച്ച അറേഞ്ച്മെന്റിലൂടെയാണ് ഈ ഒരു പാഡിൽ വീല് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു വെയിറ്റിനെ നമ്മൾ ഫോളോ ചെയ്യും. ഓക്കെ, സോ എന്ത് ചെയ്തിട്ട് വർക്ക് ആഡ് ചെയ്യും. ദെൻ ഈ എന്ത് ചെയ്യുക, ഇത് അഡയാബാറ്റിക് കണ്ടെയ്നർ ആണ് ഇപ്പോൾ ഈ ഒരു സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇപ്പോൾ ഈ ഒരു ഇതിനകത്തുനിന്ന് ഹീറ്റ് റിജക്ഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ അഡയാബാറ്റിക് വാൾ എന്ത് ചെയ്യുക, നമ്മൾ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, സിസ്റ്റം സറൗണ്ടിങ് തമ്മിൽ എന്ത് ചെയ്യും, ഇന്ററാക്ഷൻ ഉണ്ടാവും. സോ ഇക്വിലിബ്രിയം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇതിനകത്തേക്കുള്ള ഇപ്പോൾ വർക്ക് ചെയ്തപ്പോൾ എന്താണ് ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ നിന്ന് എന്ത് ചെയ്തു, T2 എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചറിലേക്ക് അതിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പ്രോപ്പർട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മൾ ഹീറ്റ് റിജക്ഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ അഡയാബാറ്റിക് വാൾ അല്ലെങ്കിൽ ഇൻസുലേറ്റഡ് വാൾ എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇതിനകത്തുനിന്ന് ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്ട് ചെയ്യും. ഓക്കെ, ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, ഇതിന്റെ ടെമ്പറേച്ചർ, ആ ഒരു T2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലേക്ക് എന്ത് ചെയ്യും, ഫോൾ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറുമായിട്ട് എന്ത് ചെയ്യും, ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. അപ്പോൾ അതിനെ നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, വർക്ക് ഇന്ററാക്ഷൻ ടു ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു J ഇൻറ്റു ഹീറ്റ് ഇന്ററാക്ഷൻ ഓഫ് ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് റെപ്രസെന്റ് ചെയ്യാം. ദെൻ ഇനിയിപ്പോൾ എത്ര എമൗണ്ട് നമ്പർ ഓഫ് വർക്ക് ട്രാൻസ്ഫർ, അത് നമ്പർ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെയിം റിസൾട്ട് തന്നെയാണ് വരുന്നത്. അതിനെ അഗെയിൻ നമുക്ക് എങ്ങനെയാണ് സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് dw ഈസ് ഈക്വൽ ടു J ഇൻറ്റു സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് dq എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ ഇപ്പോൾ ഈ ഒരു J എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഇക്വലന്റ് ഓഫ് ഹീറ്റ് അല്ലെങ്കിൽ ജൂൾസ് ഇക്വലന്റ് എന്നാണ് എന്ത് ചെയ്യുന്നത്, Jനെ വിളിക്കുന്നത്. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ലോ ഫോർ ക്ലോസ് സിസ്റ്റം അണ്ടർഗോയിങ് എ സൈക്ലിക് പ്രോസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അണ്ടർഗോയിങ് എ സൈക്കിൾ. സോ ഇറ്റ് ഈസ് accepted as a general law of nature since no violation of it has ever been demonstrated. സോ ഇപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലോ ഇതുവരെ വയലേറ്റ് ചെയ്തിട്ടില്ല. സോ ഇതിനെ നമ്മൾ ജനറൽ ലോ ഓഫ് നേച്ചർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇൻ ആസ് എ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ബോത്ത് ഹീറ്റ് ആൻഡ് വർക്ക് ആർ മെഷേർഡ് ഇൻ ഡിറൈവ്ഡ് യൂണിറ്റ് ഓഫ് എനർജി ദ ജൂൾ. ഓക്കെ, നമ്മളിവിടെ വർക്കിനെ അതേപോലെ തന്നെ എന്താണ് ഹീറ്റിനെ നമ്മൾ ജൂൾ എന്ന് പറയുന്ന യൂണിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷണാലിറ്റി J therefore യൂണിറ്റ്. ഈ J എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ പെർ J അല്ലെങ്കിൽ ജൂൾ എന്ന് പറയാം. 1 ആണ് വരുന്നത്, യൂണിറ്റ് ഇല്ല. ഓക്കെ, ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് must to JP Joule, who during the period carried out a series of experiments to investigate the equivalence of work and heat. In one of these experiments, Joule used apparatus similar to the one. Okay, അപ്പോൾ ഓൾറെഡി പറഞ്ഞു ജൂളാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. വർക്ക് വാസ് transferred to the work was transferred to the measured mass of water by means of a paddle wheel driven by falling weight. The rise of temperature of water was recorded. Joule also used a mercury as fluid system and later a solid of metal block which absorbed work by friction when rubbed against each other. Other experiment involves supplying of work in electric current. In every case, he found same ratio J between the amount of work and quantity of heat would produce in ഐഡന്റിക്കൽ ഇഫക്റ്റ് ഇൻ സിസ്റ്റം. അപ്പോൾ ഇയാൾ എന്ത് ചെയ്ത്, ഈ ഒരു ജൂൾ എന്ന് പറയുന്ന ആൾ ഈ ഒരു വാട്ടറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്താണ് മെർക്കുറി അതേപോലെ തന്നെ എന്താണ് സോളിഡ് സബ്സ്റ്റൻസ് ഒക്കെ വെച്ചിട്ട് എന്താണ് സെയിം എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എമൗണ്ട് ഓഫ് വർക്ക് ആഡ് ടു സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കും, അതിനകത്തുള്ള ഹീറ്റ് അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റും അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം വാല്യൂ തന്നെ. അതായത് J എന്ന് പറയുന്ന വാല്യൂ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത്. Prior to Joule, heat was considered to be an invisible fluid flowing from a body of high calorie to a body of low calorie, and this was known as calorie theory of heat. അപ്പോൾ
ഈ ജൂൾ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ജൂളിന് മുൻപ് കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ഹൈ ടെമ്പറേച്ചർ ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് ഒരു ലോ ടെമ്പറേച്ചർ ബോഡിയിലേക്ക് എന്ത് ചെയ്യാം ഫ്ലോ ചെയ്യുന്ന ഒരു ഇൻവിസിബിൾ ഫ്ലൂയിഡ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഹീറ്റിനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത് കലോറിക് തിയറി ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ജൂൾ ഹു ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ദാറ്റ് ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ആൻഡ് ദസ് ലെറ്റ് ദ ഫൗണ്ടേഷൻ ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, ജൂളാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഹീറ്റ് എന്താണ് എനർജിയുടെ ഒരു ഫോം ആണ് ചെയ്തിട്ടുള്ളത്, ഫൗണ്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദെൻ അതേപോലെ തന്നെ എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഫൗണ്ടേഷൻ ലെഡ് ചെയ്തതും ജൂൾ തന്നെയാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ലോ ഫോർ ക്ലോസ് സിസ്റ്റം അണ്ടർഗോയിങ് സൈക്കിളാണ് നമ്മൾ കണ്ടത്. ഇനി ഫസ്റ്റ് ലോ ഫോർ എ ക്ലോസ് സിസ്റ്റം അണ്ടർഗോയിങ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ഒക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിനെ ഫസ്റ്റ് ലോന്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ക്ലോസ് സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ലോ ആപ്ലിക്കേഷൻ എങ്ങനെയായിരിക്കും നോക്കാം. ദി എക്സ്പ്രഷൻ സം ഓഫ് വർക്ക് ഇൻ സൈക്കിൾ is equal to sum of heat in cycle applies only to the system undergoing a cycle. ഇപ്പോൾ എന്താണ് ഇതൊരു സൈക്ലിക് സിസ്റ്റത്തിനാണ് എന്ത് ചെയ്യുന്നത് ഇത് ഈ ഒരു എക്സ്പ്രഷൻ എന്ത് ചെയ്യുന്നത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. That is the algebraic summation of all energy transfer across the system boundary is 0. Okay, but if a system undergo change of state during with both the heat transfer and work transfer are involved, that energy transfer will be stored or accumulated within the system. Okay, അപ്പോൾ ഒരു സിസ്റ്റത്തിന് എന്താണ് സ്റ്റേറ്റ് ചേഞ്ച് ഒക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്തായിരിക്കും നെറ്റ് എനർജി ട്രാൻസ്ഫർ. അതായത് എനർജി ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് എനർജി വരുന്നത് ഹീറ്റ് എനർജി ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് വർക്ക് എനർജി ഉണ്ട്. അപ്പോൾ ഇവരുടെ നെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും അക്യുമുലേറ്റഡ് അല്ലെങ്കിൽ എന്താ പറയുക ഇന്റേണൽ എനർജി അല്ലെങ്കിൽ നമുക്ക് പറയാം എന്ത് സ്റ്റോർഡ് എനർജി ഓഫ് ദ സിസ്റ്റം നമുക്ക് പറയാം. ഓക്കെ, നെറ്റ് എനർജി. സോ ഇതാണ് എന്ത് ചെയ്യുന്നത് നെറ്റ് എനർജി എന്ന് പറയുന്നത് വിൽ ബി സ്റ്റോർഡ് ഇൻ സിസ്റ്റം. എനർജി സ്റ്റോർഡ് ഈസ് നൈദർ ഹീറ്റ് നോർ വർക്ക് ആൻഡ് ഈസ് ഗിവൺ ദ നെയിം ഇന്റേണൽ എനർജി ഓർ സിംപ്ലി എനർജി ഓഫ് ദ സിസ്റ്റം. സോ ഇപ്പൊ ഹീറ്റും വർക്കും നമ്മൾ പറഞ്ഞത് എന്താണ് എനർജി ഇൻ ട്രാൻസിറ്റ് ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ഇപ്പൊ എന്താണ് ഇത് ബൗണ്ടറി ഫിനോമിനൻസ് ആണ് ഈ ഒരു ഹീറ്റും വർക്കും എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഈ ഒരു സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി ഇൻ സ്റ്റോറേജ് ഈസ് നൈദർ ഹീറ്റ് നോർ വർക്ക് and is given as name internal energy or simply energy of the system. അപ്പോൾ ഇതെന്താണ് ഇതിനെ നമ്മൾ വർക്കെന്നോ അല്ലെങ്കിൽ എന്താണ് ഹീറ്റെന്നോ അല്ല പറയുന്നത് ഇന്റേണൽ എനർജി അല്ലെങ്കിൽ എന്താണ് ജസ്റ്റ് എനർജി ഓഫ് ദ സിസ്റ്റം നമുക്ക് പറയാം സ്റ്റോർഡ് എനർജിനെ വേർ ഡെൽറ്റ ഈസ് ദ ഇൻക്രീസ് ഇൻ ദി എനർജി ഓഫ് ദ സിസ്റ്റം. സോ ഇപ്പോൾ ഡെൽറ്റയിൻ എന്താണ് എനർജി ഇൻക്രീസ് ഓഫ് ദ സിസ്റ്റം നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സോ ഈ ഒരു എനർജി ചേഞ്ചിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് ജൂൾ തന്നെയാണ്. ഇതിന്റെ രണ്ടിന് യൂണിറ്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു എനർജിക്കും വരുന്നത്. ഇപ്പൊ ഈ ഒരു സിസ്റ്റത്തിനകത്ത് എന്താണ് നമ്പർ ഓഫ് ഹീറ്റ് അഡീഷൻ അതേപോലെ തന്നെ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഹീറ്റ് ഇന്ററാക്ഷൻ നമ്പർ ഓഫ് വർക്ക് ഇന്ററാക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. സോ അപ്പോൾ നമുക്ക് ഒരു സിസ്റ്റം ജസ്റ്റ് എന്ത് ചെയ്യുക കൺസിഡർ ചെയ്യാം. ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ജസ്റ്റ് പറയുന്നത്. ഇതിനകത്ത് W1 W3 then Q1 Q2 Q3 then W4 then W2. ഇപ്പോൾ ഇതിൽ W1 എന്ന് പറയുന്ന വർക്ക് ഇൻ ടു ദ സിസ്റ്റം, W2 എന്ന് പറയുന്ന വർക്ക് ഫ്രം ദ സിസ്റ്റം, ദെൻ W3 എന്ന് പറയുന്ന വർക്ക് എന്താണ് ഫ്രം ദ സിസ്റ്റം, ദെൻ ഇവിടെ Q1 ഇൻ ടു ദ സിസ്റ്റം, Q2 ഇൻ ടു ദ സിസ്റ്റം ആൻഡ് Q3 ഇൻ ടു ദ സിസ്റ്റം. സോറി, Q1 റിജക്റ്റഡ് ഫ്രം ദ സിസ്റ്റം ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇവിടെ നമുക്ക് Q ആഡഡ് ആണ്, Q2 ആഡഡ് ആണ്, Q3 ആഡഡ് ടു ദ സിസ്റ്റം ആണ്, ദെൻ Q1 എന്ന് പറയുന്നത് റിമൂവ്ഡ് ഫ്രം ദ സിസ്റ്റം ആണ്, ദെൻ Q2 പ്ലസ് Q3 മൈനസ് Q1 ഇസ് ഈക്വൽ ടു ദെൻ ഡെൽറ്റ ഇ പ്ലസ്. സോ ഇപ്പോൾ W1 എന്ന് പറയുന്നത് എന്താണ് ഇൻ ടു ദ സിസ്റ്റം ആണ്. സോ അതിനെ മൈനസ് W1, ദെൻ W4 എന്ന് പറയുന്നത് സോ W4 ഇൻറ്റു ദ സിസ്റ്റം ആണ് വരുന്നത്. സോ അതിന് മൈനസ് W4, ദെൻ W2 എന്ന് പറയുന്നത് എന്താണ് ഫ്രം ദ സിസ്റ്റം ആണ്, ദെൻ W3 എന്ന് പറയുന്നതും ഫ്രം ദ സിസ്റ്റം ആണ്. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. സോ ഹീറ്റ് അഡീഷൻ ആണെങ്കിൽ നെഗറ്റീവ് സൈൻ കൊടുക്കുക, ദെൻ വർക്ക് അഡീഷൻ ആണെങ്കിൽ പോസിറ്റീവ് സൈൻ കൊടുക്കുക. ഹീറ്റ് റിജക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അതിനെ
ഹീറ്റ് ഇൻ ടു ദ സിസ്റ്റം ആണെങ്കിൽ പോസിറ്റീവും വർക്ക് ഇൻ ടു ദ സിസ്റ്റം ആണെങ്കിൽ നെഗറ്റീവും കൊടുക്കുക. ദെൻ വർക്ക് ഫ്രം ദ സിസ്റ്റം ആണെങ്കിൽ പോസിറ്റീവും ഹീറ്റ് ഫ്രം ദ സിസ്റ്റം ആണെങ്കിൽ അതിന് എന്ത് ചെയ്യുക, നെഗറ്റീവ് സൈനും കൊടുക്കുക. ഓക്കെ, ഇതാണ് സൈൻ കൺവെൻഷൻ, ഓൾറെഡി അറിയുന്നതാണ്. ദി ഫസ്റ്റ് ലോ ഈസ് എ പെർട്ടിക്കുലർ ഫോർമുലേഷൻ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. സോ ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് Q is equal to delta E plus W എന്താണ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡെഫിനേഷൻ ഓഫ് എനർജി ആയിട്ട് കൺസിഡർ ചെയ്യാം. ദിസ് ഡെഫിനേഷൻ ഡസ് നോട്ട് ഗിവ് ആൻ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എനർജി ബട്ട് ഓൺലി ദ ചേഞ്ച് ഓഫ് എനർജി. സോ ഇപ്പോൾ നമുക്ക് എന്താണ് എനർജിയുടെ അബ്സല്യൂട്ട് വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇയുടെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യില്ല, അല്ലെങ്കിൽ E1 E2 എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന്റെ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിലുള്ള വാല്യൂ നമുക്ക് എന്ത് ചെയ്യില്ല, കിട്ടില്ല. പക്ഷേ E2 മൈനസ് E1 എന്ന് പറയുന്ന ആ ഒരു എനർജി ചേഞ്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് കിട്ടുള്ളൂ. It can, however, be shown that energy has a definite value at every state of a system and is therefore a property of system. So ഇപ്പോൾ നമുക്ക് E1 E2 E3 അങ്ങനെ ഏത് സിസ്റ്റത്തിന്റെ ഏതൊരു സ്റ്റേറ്റിൽ എന്താണ് ഈ ഒരു എനർജിക്ക് ഡെഫിനിറ്റ് വാല്യൂ ഉണ്ടായിരിക്കും. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, സിസ്റ്റത്തിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇപ്പോൾ എനർജി എ പ്രോപ്പർട്ടി ഓഫ് സിസ്റ്റം എന്നുള്ളത് എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യും, ചോദിക്കാറുണ്ട്. സോ കൺസിഡർ എ സിസ്റ്റം വിച്ച് ചേഞ്ചസ് ഇറ്റ് സ്റ്റേറ്റ് ഫ്രം 1 to 2. എന്താണ് ഈ ഒരു സിസ്റ്റം എന്താണ് 1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് 2 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പാത്ത് എയിലൂടെ എന്ത് ചെയ്യുന്നു, ട്രാവൽ ചെയ്തു. അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ഒരു പ്രോസസ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന 1A2 എന്ന് പറയുന്ന ഒരു പ്രോസസ് ഒക്കെ ചെയ്തു എന്ന് പറയാം. ആൻഡ് ഫ്രം 2 to 1 ഫോളോയിങ് ദി പാത്ത് ബി. സോ ഇപ്പം എന്താണ് ഇത് ബി എന്ന് പറയുന്ന ഈ ഒരു പാത്തിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സിസ്റ്റം സ്റ്റേറ്റ് 2 നിന്ന് സ്റ്റേറ്റ് 1 എന്ത് ചെയ്തു, തിരിച്ചൊരു പ്രോസസ്സും കൂടി ഒക്കെ ചെയ്തു. സോ ഇപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഫോർ ദ പാത്ത് എ നമുക്ക് എന്തായിരിക്കും ഇവിടെ QA ഈസ് ഈക്വൽ ടു ഡെൽറ്റ EA പ്ലസ് WA. ദെൻ ഫോർ ദ പാത്ത് ബി QB ഈസ് ഈക്വൽ ടു ഡെൽറ്റ EB പ്ലസ് WB എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ ഇപ്പോൾ എന്താണ് ഇനി നമുക്ക് ഈ ഒരു എന്താണ് S1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് 2 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എ എന്ന് പറയുന്ന പാത്തിലൂടെ എന്ത് ചെയ്യുന്ന ഒരു പ്രോസസ് ഒക്കെ ചെയ്തു. അടുത്തത് 2 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് 1 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് ബി എന്ന് പറയുന്ന പാത്തിലൂടെ ഒരു പ്രോസസ്സും കൂടി ഒക്കെ ചെയ്തു. അങ്ങനെ ഒരു സിസ്റ്റം എന്താണ് ഇപ്പോൾ S1 നിന്ന് ട്രാവൽ ചെയ്ത് ദെൻ X1 തന്നെ എത്തിയിട്ടുണ്ട്. സോ ഇപ്പം നമുക്ക് പറയാം ഇത് ക്ലോസ്ഡ് ആണെന്ന് പറയാം. ഓക്കെ, സോ ഒരു സൈക്കിൾ ക്ലോസ്ഡ് ആണ്. സോ സൈക്കിൾ ക്ലോസ്ഡ് സൈക്കിൾ ആണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, സം ഓഫ് വർക്ക് ഈസ് ഈക്വൽ ടു സം ഓഫ് ഹീറ്റ് എന്ന് എഴുതാം ഫോർ ദി സൈക്കിൾ. അപ്പോൾ ഇവിടുത്തെ വർക്ക് ഏതൊക്കെയാണ് വരുന്നത്, WA എന്ന് പറയുന്ന വർക്ക് വരുന്നുണ്ട്, ദെൻ WB എന്ന് പറയുന്ന വർക്ക് വരുന്നുണ്ട്. ദെൻ ഇവിടുത്തെ ഹീറ്റ് ഏതൊക്കെയാണ് വരുന്നത്, QA വരുന്നുണ്ട്, ദെൻ QB വരുന്നുണ്ട്. സോ അപ്പോൾ നമ്മൾ ഇതിനെ ഇക്വേഷൻ 1 ആയിട്ടും ഇതിനെ ഇക്വേഷൻ 2 ആയിട്ട് കൊടുക്കുക. സോ ഇപ്പോൾ ഫ്രം ഇക്വേഷൻ 1 നമുക്ക് ഡെൽറ്റ EA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് QA മൈനസ് WA ആണ്. സോ ഇപ്പോൾ ഇവിടെ QA ഉണ്ട്, WA എടുക്കുന്നുണ്ട്. സോ നമുക്ക് QA മൈനസ് WA എന്ന് കൊടുക്കാം. ദെൻ ഈക്വൽ ടു സെക്കൻഡ് ഇക്വേഷൻ നോക്കുക. ഇവിടെ നമുക്ക് ഡെൽറ്റ EB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് QB മൈനസ് WB ആണ്. സോ അങ്ങനെ QB മൈനസ് WB. സോ അപ്പോൾ ഇവിടെ QB എടുക്കുന്നുണ്ട്, WB ഇങ്ങോട്ട് എടുക്കുക. സോ എന്ത് ചെയ്യുക, QB മൈനസ് WB. ദെൻ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നോക്കുക. ഇതിൽ QA മൈനസ് WA അതിനെ നമ്മൾ ഈ ഒരു സൈഡിൽ എഴുതി. ഇനി അടുത്തത് QB മൈനസ് WB എന്നുള്ളത് എന്താണ് ഈ സൈഡിൽ തന്നെയാണ് വേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈക്വൽ ടു അപ്പുറത്തുള്ള സോ എന്ത് ചെയ്യുക, അതിനൊരു മൈനസ് കൊടുക്കുക. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം, ഈ QA മൈനസ് WA എന്നുള്ളത് എന്താണ് ഈ ഇക്വേഷനിൽ നിന്ന് ഡെൽറ്റ EA ആണ്. ദെൻ ഈക്വൽ ടു മൈനസ് QB മൈനസ് WB എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഡെൽറ്റ EB ആണ്. അടുത്ത പ്രോസസ്സ് നോക്കുക. അടുത്തത് ഈ ഒരു സിസ്റ്റം എന്താണ് 1 to 2 ട്രാവൽ ചെയ്തു. ദെൻ ഇതിന് 2 to 1 എങ്ങനെയാണ് ത്രൂ B വേണമെങ്കിൽ ട്രാവൽ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ത്രൂ C എന്താണ് 2 to 1 ട്രാവൽ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഒരു പ്രോസസ്സ് ഇപ്പോൾ 1 to 2 എന്ന് പറയുന്ന A എന്ന് പറയുന്ന പ്രോസസ്സിന് എങ്ങനെയാണ് ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ C എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഒക്കെ ചെയ്താലും എന്താണ് ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റഡ് ആവും. ഇപ്പോൾ നമ്മൾ ഈ എയും സിയും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, അപ്പോൾ QA ഈസ് ഈക്വൽ ടു ഡെൽറ്റ EA പ്ലസ് WA എന്ന് പറയാം. അതേപോലെ തന്നെ അടുത്തത്
ക്യൂ സി ഈക്വൽ ടു ഡെൽറ്റ ഇ സി പ്ലസ് ഡബ്ല്യു സി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ അഗെയിൻ നമുക്ക് എന്താണ്, ഇതിപ്പോൾ ഒരു സൈക്കിളാണ്, അതായത് 1 നിന്ന് 2 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് വന്നു, ദെൻ 2 എന്ന് 1 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു പോയി. സോ ഇപ്പോൾ അതെന്താണ്, ഇതൊരു സൈക്കിളാണ്. എ സി അല്ലെങ്കിൽ 1A2 C1 എന്ന് പറയുന്ന ഒരു സൈക്കിളാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സോ അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം, സം ഓഫ് ഡബ്ല്യു സൈക്കിൾ ഈക്വൽ ടു സമേഷൻ ക്യൂ സൈക്കിൾ. ഇപ്പോൾ ഇതിൽ ഇവിടുത്തെ വർക്ക് ഏതൊക്കെയാണ് വരുന്നത്, WA വരുന്നുണ്ട് പ്ലസ് WC വരുന്നുണ്ട്, ഇസ് ഈക്വൽ ടു ഇവിടുത്തെ വർക്ക് ഏതൊക്കെയാണ് വരുന്നത്, QA പ്ലസ് QC വരുന്നുണ്ട്. അഗെയിൻ നമുക്ക് എന്താണ്, ഇതിനെ നമുക്കൊരു ഇക്വേഷൻ, ഇത് ഓൾറെഡി നമുക്ക് 1 എന്ന് പറഞ്ഞെടുത്തിട്ടുണ്ട്, ഇതിനെ നമുക്ക് 3 എന്ന് കൊടുക്കാം ഇതിന്, ഈ ഒരു ഇക്വേഷനെ. അല്ലെങ്കിൽ ഓക്കെ, കഴിഞ്ഞൊരു ഇക്വേഷൻ നമുക്ക് എന്താണ്, അതായത് ഡെൽറ്റ ഇ എ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഇ ബി എന്ന് പറയുന്നത് നമ്മളൊരു 3 എന്ന് ഇക്വേഷൻ നമ്പർ കൊടുക്കുക. പിന്നെ ഇതിനെ നമുക്കപ്പോൾ 4 എന്ന് കൊടുക്കാം. സോ അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഓൾറെഡി നമുക്ക് എന്തെന്ന് കിട്ടുന്നുണ്ട്, QA മൈനസ് WA ഈക്വൽ ടു ഡെൽറ്റ ഇ എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ QA എടുക്കുന്നുണ്ട്, WA എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, QA മൈനസ് WA എന്ന് എടുക്കാം, ഈസ് ഈക്വൽ ടു, ഇനി ഇവിടെ QC എടുക്കുന്നുണ്ട്, ഇവിടെ തന്നെ WC എടുക്കുന്നുണ്ട്. സോ ഇപ്പോൾ നമുക്ക് ഈ ഡെൽറ്റ ഇ സി എന്ന് പറയുമ്പോൾ എന്താണ്, QC മൈനസ് WC ആണ്. സോ അപ്പോൾ നമുക്ക് മൈനസ് QC മൈനസ് WC എന്ന് കൊടുക്കാം. ദെൻ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രം ഇക്വേഷൻ 1 and 4 വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് QA മൈനസ് WA ഡെൽറ്റ EA ഈസ് ഈക്വൽ ടു മൈനസ് QC മൈനസ് WC നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഡെൽറ്റ EC എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതിനെ നമുക്കൊരു ഇക്വേഷൻ 5 എന്ന് കൊടുക്കാം. നമുക്ക് ഇപ്പോൾ എന്തൊക്കെ കിട്ടി, ഡെൽറ്റ EA ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ EB ഡെൽറ്റ EA ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ EB എന്ന് കിട്ടി. സോ ഇതിനെ നമുക്ക് ഒരു ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം, ഇതിന് ഇക്വേഷൻ 5 എന്ന് കൊടുക്കാം. സോ ഇപ്പോൾ ഡെൽറ്റ EAയും ഡെൽറ്റ EA എന്ന് പറയുന്നത് മൈനസ് ഡെൽറ്റ EB ആണ്. അതേപോലെ തന്നെ ഡെൽറ്റ EA എന്ന് പറയുന്നത് മൈനസ് ഡെൽറ്റ EC ആണ്. സോ നമുക്ക് അതിനെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, മൈനസ് ഡെൽറ്റ EB ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ EC എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് ഈ മൈനസ് ക്യാൻസൽ ചെയ്യാം. സോ ഇപ്പോൾ ഡെൽറ്റ EB ഡെൽറ്റ EC എന്താണ് ഈക്വൽ നമുക്ക് കിട്ടി. Therefore it is saying that change in energy between two states of a system is the same whether whatever the path system may follow in undergoing that change of state. അപ്പോൾ ഒരു സിസ്റ്റം എന്താണ് സ്റ്റേറ്റ് ചേഞ്ച് ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ചേഞ്ച് ഒക്കെ ചെയ്യുന്നത് ഏത് പ്രോസസ്സിലൂടെ ആണെന്നുണ്ടെങ്കിലും എന്തായിരിക്കും, എനർജി എന്ന് പറയുന്നത്, എനർജി ബിറ്റ്വീൻ ടു സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇപ്പോൾ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് പറയും. If some arbitrary value of energy is assigned to state 2 and the value of energy at state 1 is fixed, the independent of the path system follows. So ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഡെൽറ്റ EB എന്ന് പറയുന്നതും ഡെൽറ്റ EC എന്ന് പറയുന്നതും ഡെൽറ്റ ഇവർക്ക് മൈനസ് ഉണ്ട്, ഡെൽറ്റ EA എന്ന് പറയുന്നത് എന്താണ്, സെയിം വാല്യൂസ് തന്നെയാണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. സോ ഇപ്പോൾ നമ്മൾ വാല്യൂ അസൈൻ ചെയ്തു, ഇപ്പോൾ E1 ആൻഡ് E2 എന്ന് വാല്യൂസ് അസൈൻ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പം എന്തായിരിക്കും, EA എന്ന് പറയുമ്പോൾ E2 മൈനസ് E1 ആയിരിക്കും. ദെൻ EB എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, E1 മൈനസ് E2 ആയിരിക്കും. ദെൻ EC എന്ന് പറയുന്നതും E1 മൈനസ് E2 ആയിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഇത് ഫസ്റ്റ് പാത്ത് A എന്ന് പറയുന്ന പാത്താണ്, ഇത് B എന്ന് പറയുന്നതിനുള്ളതാണ്, ഇത് C എന്ന് പറയുന്നതുള്ളത്. പക്ഷെ എന്താണ്, ഇൻഡിപെൻഡന്റ് ഓഫ് ദ പാത്ത് വാല്യൂ എന്തായിരിക്കും, എനർജി ചേഞ്ച് എന്ന് പറയുന്നത് സെയിം ആണ്. Therefore, energy has a definite value for every state of the system. Hence, it is a point function and a property of system. So, ഇപ്പോൾ എനർജി എന്താണ്, ഏത് സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ അതിന് ഡെഫിനിറ്റ് വാല്യൂ ഉണ്ട്. സോ ഇപ്പോൾ അതെന്താണ്, ഇതൊരു പോയിന്റ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതെന്താണ്, പ്രോപ്പർട്ടി, സിസ്റ്റത്തിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് നമുക്ക് പറയാം. സോ എനർജി എന്താണ്, എനർജി ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്. ദെൻ നമുക്ക് സ്പെസിഫിക് എനർജി ഈക്വൽ ടു, സോ ഇപ്പോൾ ഇത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ് എനർജി എന്ന് പറയുന്നത്. നമുക്ക് ഈ എക്സ്റ്റെൻസ് ജസ്റ്റ് കൊടുക്കാം. ദെൻ E ഈസ് ഈക്വൽ ടു E/m. ഇതിന് നമുക്ക് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് വരുന്നത് ജൂൾ പെർ കിലോഗ്രാം ആണ്. സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് എനി പ്രോപ്പർട്ടി ഈസ് 0.
because final state is identical with initial state. So ഇപ്പോൾ സൈക്ലിക് ഇന്റഗ്രൽ ഓഫ് ഡി എന്ന് പറയുന്നത് എന്താണ് 0 ആണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് എ എന്ന് പറയുന്ന പ്രോസസ്സ് എന്തായിരുന്നു, ഡെൽറ്റ ഇ എ ആയിരുന്നു, ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഇ ബി ആണ്. സോ ഇപ്പോൾ ഇതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, 0 ആയിരിക്കും കിട്ടുന്നത്. ദെൻ സോ സൈക്ലിക് പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഇ പ്ലസ് ഡബ്ല്യു എന്നുള്ള ഈ ഒരു ഇക്വേഷൻ എന്തായി മാറും, ഇപ്പോൾ ഡെൽറ്റ ഇയുടെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ക്യൂ ഈസ് ഈക്വൽ ടു ഡബ്ല്യു എന്ന് തന്നെ വരും. സോ ക്യൂവും ഡബ്ല്യു എന്താണ്, ബൗണ്ടറി ഫിനോമിനൻസ് ആണ്. ഇപ്പോൾ ഇ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റോർഡ് എനർജിയാണ്, അല്ലെങ്കിൽ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിനെ ദ സിംബൽ ഇ റെഫേഴ്സ് ടു ടോട്ടൽ എനർജി സ്റ്റോർഡ് ഇൻ എ സിസ്റ്റം. ബേസിക്കലി ദർ ആർ 2 മോഡ്സ് വിച്ച് എനർജി മേ ബി സ്റ്റോർഡ് ഇൻ എ സിസ്റ്റം. അപ്പോൾ ഇ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ടോട്ടൽ എനർജീനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഒരു സിസ്റ്റത്തിൽ നമുക്ക് 2 മോഡിൽ എന്ത് ചെയ്യാൻ പറ്റും, എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിൽ മാക്രോസ്കോപ്പിക് അതേപോലെ തന്നെ മൈക്രോസ്കോപ്പിക് മോഡിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എനർജി ഒരു സിസ്റ്റത്തിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ 2 മോഡിലും എന്ത് ചെയ്യും, ഒരു സിസ്റ്റത്തിൽ എനർജി അക്യുമുലേറ്റ് ചെയ്യും വെൻ ദർ ഈസ് എ വർക്ക് ഇന്ററാക്ഷൻ ആൻഡ് ഹീറ്റ് ഇന്ററാക്ഷൻ ഇൻ എ സിസ്റ്റം. അപ്പോൾ നമുക്ക് മാക്രോസ്കോപ്പിക് എനർജിയുടെ എങ്ങനെയൊക്കെ നോക്കാം, അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് എനർജിയിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്ന് നോക്കാം. ദ മാക്രോസ്കോപ്പിക് എനർജി മോഡ് ഇൻക്ലൂഡ്സ് ദ മാക്രോസ്കോപ്പിക് കൈനറ്റിക് എനർജി. So macroscopic kinetic energy and potential energy of the system. Let us consider a fluid element of mass m having center of mass velocity v. The macroscopic kinetic energy of the fluid element by virtue of its motion is given by. So ഇപ്പോൾ ഇതെന്താണ്, നമ്മളൊരു മാസ് കൺസിഡർ ചെയ്യുക, ഒരു എം മാസ് ഉള്ള ഒരു ഫ്ലൂയിഡ് എലമെന്റ് കൺസിഡർ ചെയ്യുക. സോ ഇപ്പോൾ അതിന് ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ എന്തായിരിക്കും, ഇതിന്റെ കൈനറ്റിക് എനർജി കെ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം വിത്ത് വെലോസിറ്റി. ഇതിന്റെ വെലോസിറ്റി വി ആണ്. അപ്പോൾ നമുക്ക് 1/2 എം വി സ്ക്വയർ എന്ന് റെപ്രസെന്റ് ചെയ്യാം അതിന്റെ കൈനറ്റിക് എനർജിനെ. ഇഫ് ദ എലിവേഷൻ ഓഫ് ദ ഫ്ലൂയിഡ് element from an arbitrary datum is z, then the macroscopic potential energy EP by virtue of its position is given by. സോ ഇപ്പോൾ എന്താണ്, ഇത് ഈ ഒരു ഫ്ലൂയിഡ് എലമെന്റ് എന്താണ്, എം മാസ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്, ഇറ്റ് ഈസ് എലിവേറ്റഡ് ഫ്രം എ ഡാറ്റം ലൈൻ ഇസഡ് വിത്ത് ആൻ എലിവേഷൻ ഇസഡ്. അല്ലെങ്കിൽ ഒരു ഡാറ്റത്തിൽ നിന്ന് എന്താണ്, ഇസഡ് എലിവേഷനിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഫ്ലൂയിഡ് എലമെന്റ് എന്നുണ്ടെങ്കിൽ ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് എലിവേഷൻ നമുക്ക് അതിന്റെ പൊട്ടൻഷ്യൽ എനർജീനെ പി ഈസ് ഈക്വൽ ടു എം ജി ഇസഡ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇതാണ് എന്ത്, മാക്രോസ്കോപ്പിക് പൊട്ടൻഷ്യൽ എനർജി, അതുപോലെ തന്നെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റോർഡ് എനർജി എങ്ങനെയൊക്കെയെന്ന് പറഞ്ഞു, മാക്രോസ്കോപ്പിക്കലി ആണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ, കോൺഫിഗറേഷൻ ഓർ മോഷൻ. ദെൻ അടുത്തത് മൈക്രോസ്കോപ്പിക്കലി ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, സ്റ്റോർഡ് ഇൻ ഇറ്റ്സ് മോളിക്കുലർ അല്ലെങ്കിൽ ആറ്റംസിൽ സ്റ്റോർ ചെയ്യപ്പെട്ടുള്ള കൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദ സിസ്റ്റം കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റത്തിൽ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യപ്പെട്ടുള്ള എനർജി ആയിരിക്കും എന്ത് ചെയ്യുന്നത് മൈക്രോസ്കോപ്പിക് മോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ മൈക്രോസ്കോപ്പിക് മോഡിലുള്ള എനർജി എങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മൈക്രോസ്കോപ്പിക് നോക്കാം. The microscopic energy modes refer to energy stored in molecule or atomic structure of the system, which is called molecular internal energy or simply internal energy, customarily denoted by the symbol U. ഇപ്പോൾ യു കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്റേണൽ എനർജിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. മറ്റേ ഇ എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ എനർജി സ്റ്റോർഡ് ഇൻ ദ സിസ്റ്റം ആണ്. The molecules are in random thermal motion for a gas with an average velocity v, constantly colliding with one another and with the wall. Due to collision of the molecules may be subject to rotation as well as vibration. They have a translation kinetic energy, rotational kinetic energy, vibrational energy, electronic energy, chemical energy and nuclear energy. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞെന്താണ്, ഈ ഒരു സിസ്റ്റം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മൈക്രോസ്കോപ്പിക് എനർജി സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇപ്പോൾ എന്താണ്, ഈ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുക, അതിനകത്ത് എന്താണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്, അവരെന്ത് ചെയ്യുന്നുണ്ട്, റാൻഡം മോഷനിലാണ്. സോ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊളൈഡ് ചെയ്യുന്നുണ്ട് വിത്ത് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഓർ വിത്ത് ദ വാൾ. സോ അപ്പോൾ അതിനെന്തുണ്ടായിരിക്കും, ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും. ദെൻ കെ ഇ ടി റെപ്രസെന്റ് ചെയ്യാം. ദെൻ
പിന്നെ എന്തുണ്ടായിരിക്കും? ഇപ്പോൾ ഇത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? കൊളൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് കൈനറ്റിക് എനർജി അതേപോലെ തന്നെ എന്തുണ്ടായിരിക്കും? Due to collision, the molecule may subject to rotation as well as translation as vibration. So ഇപ്പോൾ എന്ത് ചെയ്യും? ഇത് റൊട്ടേറ്റ് ചെയ്യും. മോളിക്യൂൾസ് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അതേപോലെ തന്നെ എന്ത് ചെയ്യും? ഒരു വൈബ്രേറ്റ് ചെയ്യും. So they can have translational kinetic energy, then rotational kinetic energy, and vibrational energy, then electronic energy, then chemical energy, and nuclear energy. ഇപ്പോൾ ഇത്രയും എനർജി ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ്? റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി, വൈബ്രേഷണൽ എനർജി, ദെൻ ന്യൂക്ലിയർ എനർജി, കെമിക്കൽ എനർജി ആൻഡ് ഇലക്ട്രോണിക് എനർജി. ഇത്രയും എനർജി ആയിരിക്കും എന്ത് ചെയ്തിട്ടുള്ളത്? ഒരു മോളിക്യൂളിലുണ്ടാവുക. If എപ്സിലോൺ റെപ്രസെന്റ് ദി എനർജി ഓഫ് വൺ മോളിക്യൂൾ, ദെൻ എന്താണ്? നമുക്ക് എപ്സിലോൺ കൊണ്ട് എന്ത് ചെയ്യാം? ഒരു മോളിക്യൂളിന്റെ എനർജീനെ റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ n നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എനർജി. ഒരു മോളിക്യൂളിന് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഉണ്ടാവും, ദെൻ വൈബ്രേഷണൽ എനർജി ഉണ്ടാവും, കെമിക്കൽ എനർജി ഉണ്ടാവും, ഇലക്ട്രോണിക് എനർജി ഉണ്ടാവും, ന്യൂക്ലിയർ എനർജി ഉണ്ടായിരിക്കും. സോ ഇതിന്റെ n നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് U is equal to n into epsilon എന്ന് റെപ്രസെന്റ് ചെയ്യാം നമുക്ക്. In an ideal gas, there is no intermolecular force of attraction and repulsion, and internal energy depends only on temperature. So ഇപ്പോൾ എന്താണ്? ഇപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അതുപോലെ തന്നെ റിപ്പൾഷൻ ഉണ്ടാവില്ല. സോ ഇപ്പോൾ നമുക്ക് U is equal to F of T, അതായത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺലി എന്ന് പറയാം. Then other form of energy which can also be possessed by a system are magnetic energy, electrical energy, and surface tension energy. Then other forms of energy. ഒരു സിസ്റ്റത്തിന് എന്ത് ചെയ്യാം? ഇനി പ്രോസസ് ചെയ്യാൻ പറ്റുന്ന എനർജി എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് എനർജി ഉണ്ടാവാം, ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവാം, ദെൻ സർഫസ് ടെൻഷൻ എനർജി ഉണ്ടാവാം. ഇൻ ദ ആബ്സെൻസ് ഓഫ് ദീസ് ഫോംസ് ദ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം ഈസ് ഗിവൺ ബൈ. അപ്പോൾ ഇവരുടെയൊക്കെ ആബ്സെൻസിൽ നമുക്ക് എങ്ങനെ പറയാം? ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം E ഈസ് ഈക്വൽ ടു EK പ്ലസ്, അതായത് മാക്രോസ്കോപ്പിക് പ്ലസ്, ഞാനതിനെ KE എന്നാണ് എടുത്തിരുന്നത്, KE പ്ലസ് PE, ഇത് മാക്രോസ്കോപ്പിക് ആണ്, പ്ലസ് എന്താണ്? ടോട്ടൽ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് U ആണ്. സോ ഇപ്പോൾ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം സ്റ്റോർഡ് എനർജി എന്ന് പറയുന്നതിന് മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക് എനർജിയുടെ സമ്മായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം. ഇൻ ദ ആബ്സെൻസ് ഓഫ് മോഷൻ ആൻഡ് ഗ്രാവിറ്റി. സോ ഇപ്പോൾ മോഷൻ ഇല്ലെങ്കിൽ എന്തായിരിക്കും? വെലോസിറ്റി 0 ആയിരിക്കും. ആൻഡ് ഗ്രാവിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ PE 0 ആയിരിക്കും. സോ ഇപ്പോൾ KE 0 ആണ്, ദെൻ PE 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ? E is equal to എന്താണ്? ടോട്ടൽ സ്റ്റോർഡ് എനർജി ഈക്വൽ ടു ടോട്ടൽ ഇന്റേണൽ എനർജി ആണെന്ന് പറയും. സോ അപ്പോൾ Q is equal to ഡെൽറ്റ E പ്ലസ് W എന്നുള്ള ഇക്വേഷനിൽ നമുക്ക് Q is equal to U പ്ലസ് W എന്ന് കൊടുക്കാൻ പറ്റും. സോ ഇപ്പോൾ U എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂള് തന്നെ ആയിരിക്കും. ദെൻ സ്പെസിഫിക് ഇന്റേണൽ എനർജി ആകുമ്പോൾ U/M സ്മോൾ യു ആയിട്ട് എടുക്കാം. സോ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ കിലോഗ്രാം ആയിരിക്കും. നമുക്ക് ഡിഫറൻഷ്യൽ ഫോം നോക്കാം. സോ DQ ഈസ് ഈക്വൽ ടു DE, ഈ പ്രോപ്പർട്ടി ആണ്, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ആണ് E എന്ന് പറയുന്നത്, പ്ലസ് DW ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ DW എന്ന് പറയുമ്പോൾ DW is equal to DW PdV വർക്ക് ഉണ്ടാവും, ദെൻ DW ഷാഫ്റ്റ് വർക്ക് ഉണ്ടായിരിക്കും, ദെൻ DW ഇലക്ട്രിക്കൽ വർക്ക് ഉണ്ടായിരിക്കും, ദെൻ അങ്ങനെ ഡിഫറെൻറ്റ് വർക്ക്സിൻ്റെ സമ്മായിരിക്കും എന്ത് ചെയ്യുന്നത്? DW എന്ന് പറയുന്നത്. ദെൻ DE നമുക്ക് എങ്ങനെ എഴുതാം? DU വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇപ്പോൾ എന്തായിരിക്കും? If PdV work only present, നമുക്ക് DW എന്തായിരിക്കും? DW PdV മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? DQ ഈസ് ഈക്വൽ ടു DE പ്ലസ് PdV എന്ന് എഴുതാം. ദെൻ DEനെ നമുക്ക് DU വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അപ്പോൾ DQ ഈസ് ഈക്വൽ ടു DU പ്ലസ് PdV എന്ന് കൊടുക്കാം. അപ്പോൾ ഇന്റഗ്രൽ ഫോമിൽ നമുക്ക് എങ്ങനെ എഴുതാം? സോ ഇപ്പോൾ
Q is equal to delta E plus integral PdV. അതേപോലെ തന്നെ Q is equal to ഡെൽറ്റ U പ്ലസ് ഇൻ്റഗ്രൽ PdV എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് എന്ത് ഇൻ്റഗ്രൽ ഫോം എന്ന് പറയുന്നത്. ഇതാണ് എന്ത് ഡിഫറൻഷ്യൽ ഫോം. അത് നമ്മൾ നോക്കുന്നത് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ്. ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് at constant volume CV is defined as the rate of change of specific internal energy. എന്തായിരിക്കും rate of change of specific internal energy with respect to temperature when volume held constant, that is V equal to C. എന്തായിരിക്കും CV എന്ന് പറയുന്നത് dou U by dou T at V equal to C ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡെൽറ്റ U at constant volume small u ആണ് സ്പെസിഫിക് ഇന്റർണൽ എനർജി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് T1 to T2 CV into dt. അങ്ങനെ എഴുതാൻ പറ്റും. The first law may be written for closed system. Closed stationary system composed of a unit mass of your substance. അപ്പോൾ ഒരു യൂണിറ്റ് മാസ് സിസ്റ്റത്തിന്റെ സ്റ്റേഷനറി ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ലോനെ നമുക്ക് എങ്ങനെ എഴുതാം? Q is equal to ഡെൽറ്റ U plus W. സോ അപ്പോൾ അതിലെ dq is equal to du plus dw എന്ന് ഇന്റഗ്രൽ ഫോമിൽ എഴുതാം. അല്ല സോറി ഡിഫറൻഷ്യൽ ഫോമിൽ. സോ ഇപ്പോൾ നമ്മൾ PdV വർക്ക് മാത്രമുള്ള ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ എന്താണ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം dw എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, dv 0 ആകുമ്പോൾ എന്തായിരിക്കും? dw 0 ആയിട്ട് മാറും. സോ അപ്പോൾ അതിലെന്തായിരിക്കും? dq is equal to du plus PdV. ഇതെന്തായിട്ട് മാറും? ഇത് 0 ആയിട്ട് മാറും. സോ അപ്പോൾ dq ഈക്വൽ ടു എന്തായിരിക്കും? du ആയിരിക്കും. സോ ഇപ്പോൾ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? Q is equal to Q at constant volume is equal to delta U at constant volume എന്ന് എഴുതാം. സോ അപ്പോൾ ഡെൽറ്റ U എന്താണ്? ഇന്റഗ്രൽ T1 to T2 CV into dt ആണ്. സോ ഇപ്പോൾ Q at constant volume we can write as integral T1 to T2 CV into dt. Heat transfer at constant volume increases the internal energy of the system. അപ്പോൾ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിൽ എന്താണ് ഹീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ദെൻ ഈ സ്പെസിഫിക് heat of a substance is defined in terms of heat transfer. എന്താണ് സ്പെസിഫിക് ഹീറ്റിനെ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ടേംസിൽ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? CV is equal to dou Q by dou T at constant volume. ഇപ്പോൾ Q എന്തല്ല സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടി അല്ല. This definition does not imply that CV is a property of a substance. അപ്പോൾ എന്താണ്? Q പ്രോപ്പർട്ടി അല്ല. ഈ ഒരു ഡെഫിനേഷൻ എന്ത് ചെയ്യുന്നില്ല? CV സബ്സ്റ്റൻസിന്റെ പ്രോപ്പർട്ടി ആണെന്ന് എന്ത് ചെയ്യുന്നില്ല? ഇംപ്ലൈ ചെയ്യുന്നില്ല. Therefore, this is not appropriate method of defining a specific heat. ഇപ്പോൾ ഇതല്ല സ്പെസിഫിക് ഹീറ്റിനെ ഡിഫൈൻ ചെയ്യാനുള്ള അപ്രോപ്രിയേറ്റ് മെത്തേഡ് എന്ന് പറയും. Then ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം എങ്ങനെ എഴുതാം? CV is equal to CV എന്ന് കൊടുക്കാം. അപ്പോൾ ഇതാണെന്ത് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് വരുന്നത് ജൂൾ പെർ കെൽവിൻ ആയിരിക്കും. The enthalpy of a substance H is defined as H is equal to U plus PV. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് വരുന്നത് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. It is an intensive property of a system. The internal energy change is equal to heat transfer in a constant volume process involving work other than PdU work. അപ്പോൾ PdU വർക്ക് അല്ലാതെ വേറൊരു വർക്കും ഒക്കെ അറിയാത്ത ഒരു സിസ്റ്റത്തിന് എന്തായിരിക്കും ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്? എന്തായിരിക്കും? അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഡെൽറ്റ U ആയിരിക്കും, അല്ലെങ്കിൽ ഇന്റേണൽ എനർജി ചേഞ്ച് ആയിരിക്കും.
it is possible to derive an expression for heat transfer in constant pressure process involving no work other than PDU work. So ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ തന്നെ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിൽ PDU വർക്ക് അല്ലാതെ വർക്ക് ഇൻട്രാക്ഷൻ ഒന്നും ഇല്ലാത്തൊരു സിസ്റ്റത്തിന്റെ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷറിലെ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ പ്രോസസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ഡിറൈവ് ചെയ്യാം. സോ ഇപ്പോൾ dq is equal to എന്താണ് du പ്ലസ് pdv pdv is equal to നമുക്ക് എങ്ങനെ എഴുതാം, dpv എന്ന് എഴുതാം. അപ്പോൾ dq at constant pressure is equal to du at constant pressure plus du plus dpv എന്ന് എഴുതാം. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, കമ്പൈൻ ചെയ്ത് ഡിഫറൻഷ്യൽ ഓഫ് u പ്ലസ് പി വി എന്ന് എഴുതാം. സോ dq അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഈക്വൽ ടു ഇപ്പോൾ u പ്ലസ് പി വി എന്താണ്, h ആണ്. സോ dh എന്ന് എഴുതാം. ഇവിടെ നമുക്ക് എന്തെന്ന് പറയാം, ഹീറ്റ് ട്രാൻസ്ഫർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഇൻക്രീസസ് ദി എൻതാൽപ്പി ഓഫ് ദ സിസ്റ്റം എന്ന് പറയാം. then h equal to u plus pv എന്ന് പറയുന്നത് എന്താണ്, സ്പെസിഫിക് എൻതാൽപ്പി ആണ്. then അതെന്താണ്, സിസ്റ്റത്തിന്റെ ഒരു പ്രോപ്പർട്ടി ആണ്. ഫോർ an ഐഡിയൽ ഗ്യാസ് എൻതാൽപ്പി ബിക്കം, ഒരു ഐഡിയൽ ഗ്യാസിന്റെ കേസ് ആണെങ്കിൽ എന്തായിരിക്കും എൻതാൽപ്പി എന്ന് പറയുന്നത് h is equal to u plus rd ആയിരിക്കും. സോ ഇപ്പോൾ pv equal to rt നമുക്ക് എഴുതാം. സിൻസ് internal energy of an ideal gas depends only on temperature, the enthalpy of ideal gas also depends on temperature only. So ഇപ്പോൾ എന്താണ് ഇന്റേണൽ എനർജി എന്താണ്, ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺലി ആണ്. ദെൻ അതേപോലെ തന്നെ നമുക്ക് പറയാം എന്ത്, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺലി ഫോർ എൻ ഐഡിയൽ ഗ്യാസ്. ദെൻ ടോട്ടൽ എൻതാൽപ്പി ഈ h എന്ന് പറയുന്നതിന് h ഈസ് ഈക്വൽ ടു m ഇൻറ്റു h എന്ന് കൊടുക്കാം. ദെൻ ക്യാപിറ്റൽ H ഈസ് ഈക്വൽ ടു u പ്ലസ് പി വി. സോ ഇപ്പോൾ എച്ചിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും, ജൂൾ തന്നെയാണ്. ദെൻ സ്മോൾ എച്ചിൻ്റെ ആണെങ്കിൽ ജൂൾ പെർ കിലോഗ്രാം ആയിരിക്കും യൂണിറ്റ് വരുന്നത്. അടുത്തത് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. സോ ഇപ്പോൾ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ CP is defined as rate of change of enthalpy with respect to temperature when pressure held constant. Since H, T and P are a property, then CP is a property of system. Like CV and CP should not be defined in terms of heat transfer of constant pressure, although നമ്മൾ സിവിനെ പറഞ്ഞ പോലെ എന്താണ്, കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷന്റെ ടേംസിൽ എന്ത് ചെയ്യില്ല, ഡിഫൈൻ ചെയ്യരുത്. ബട്ട് നമുക്ക് dq at constant pressure is equal to dh എന്ന് കൊടുക്കാം. then h at constant pressure delta h അല്ലെങ്കിൽ enthalpy change at constant pressure is equal to integral of T1 to T2 Cp dt എന്ന് കൊടുക്കാം. for a closed system of unit mass. ഇപ്പം എന്താണ് യൂണിറ്റ് മാസ് ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ ഹീറ്റ് അഡീഷൻ എങ്ങനെ നോക്കാം at constant pressure. സോ ഇപ്പോൾ dq is equal to du plus pdv ആണ് ചേഞ്ച് ഇൻ അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ is equal to ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി പ്ലസ് pdv അല്ലെങ്കിൽ വർക്ക് ട്രാൻസ്ഫർ നമുക്ക് പറയാം. h is equal to u plus pdv അല്ലെങ്കിൽ pv. then dh is equal to, ഇപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, dh is equal to du plus pdv plus vdp എന്ന് വരും. സോ ഇപ്പോൾ du is equal to ഈ duനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു du വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും, dq is equal to, സോ du എന്തായിരിക്കും, dh മൈനസ് pdv മൈനസ് pdp ദെൻ പ്ലസ് എന്തുണ്ട്, പ്ലസ് pdv ഉണ്ട്. സോ അപ്പോൾ
ഇവിടെ പ്ലസ് പി ഡി വി ഉണ്ട്, ഇവിടെ മൈനസ് പി ഡി വി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ഇപ്പോൾ ഡി ക്യു ഈസ് ഈക്വൽ ടു ഡി എച്ച് മൈനസ് വി ഡി പി എന്ന് വരും. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്തായിരിക്കും? പി ഈക്വൽ ടു സി ആണെങ്കിൽ ഡി പി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. സോ ഇപ്പോൾ ഈ ഒരു ടേം എന്ത് ചെയ്യും? 0 ആയി പോവും. സോ ഇപ്പോൾ ഡി ക്യു അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഈക്വൽ ടു ഡി എച്ച്, ദാറ്റ് ഈസ് heat added to the system at constant pressure is equal to change in enthalpy നമുക്ക് പറയാം, equal to delta H at constant pressure എന്ന് എഴുതാം. സോ ഇപ്പോൾ നമുക്ക് ഡെൽറ്റ എച്ച് എന്തായിരുന്നു നമുക്ക് നേരത്തെ കിട്ടിയത്? അപ്പോൾ എൻതാൽപ്പി ചേഞ്ച് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ T1 to T2 സി പി ഇൻറ്റു ഡി ടി ആയിരുന്നു. സോ ഇപ്പോൾ ഡി ക്യു എന്താണ്? ഡെൽറ്റ എച്ച് പി ആണ്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ നമുക്ക് എങ്ങനെ എഴുതാം? T1 to T2 സി പി ടി ടി എന്ന് എഴുതാം. ദെൻ ഹീറ്റ് കപ്പാസിറ്റി സി പി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു സി പി എന്ന് എഴുതാം. ഇപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് വരുന്നത് ജൂൾ പെർ കെൽവിൻ ആയിരിക്കും. Then energy of an isolated system. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ട്രാൻസ്ഫറും ഉണ്ടായിരിക്കില്ല, വർക്ക് ട്രാൻസ്ഫറും ഉണ്ടായിരിക്കില്ല. An isolated system in one which there is no interaction of system with surrounding. അപ്പോൾ എന്താണ്? സറൗണ്ടിങ്ങുമായിട്ട് എന്താണ്? ഒരു ഇന്ററാക്ഷനും ഇല്ലാത്ത സിസ്റ്റം ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ വർക്ക് ട്രാൻസ്ഫർ ഡി ഡബ്ല്യു എന്തായിരിക്കും? 0 ആയിരിക്കും. ഡി ക്യു എന്തായിരിക്കും? അത് 0 ആയിരിക്കും. സോ ഇപ്പോൾ അതിൻ്റെ ഫസ്റ്റിലോ എന്തായിരുന്നു? ക്യു ഡി ക്യു പ്ലസ് ഡി ക്യു ഈക്വൽ ടു ഡി യു പ്ലസ് ഡി ഡബ്ല്യു. സോ ഇപ്പോൾ ഡി ഡബ്ല്യു ഡി ക്യു 0 ആണെന്നുണ്ടെങ്കിൽ ഡി യു എന്തായിരിക്കും? ഡി യു 0 ആയിരിക്കും. സോ അപ്പോൾ ഈക്വൽ ടു കോൺസ്റ്റന്റ് ആയിരിക്കും. So energy of an isolated system is always a constant. അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടു? സി പി, സി വി, ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ അടുത്തത് PMM1 ആണ്, പെർപച്വൽ മോഷൻ മെഷീൻ ഓഫ് ഫസ്റ്റ് കൈൻഡ്. ദ ഫസ്റ്റ് ലോ സ്റ്റേറ്റ് ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ ഫസ്റ്റ് ലോ സ്റ്റേറ്റ് ചെയ്യുന്ന എന്താണ്? General principle of conservation of energy ആണ്. The energy is neither created nor destroyed but only get transformed from one form to another. സോ എന്ത് ചെയ്യാൻ? നമുക്ക് എനർജീനെ ഡിസ്ട്രോയ് ചെയ്യാനോ അതുപോലെ തന്നെ ജനറേറ്റ് ചെയ്യാനോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ഫോമിൽ നിന്ന് എന്ത് ചെയ്യാം? വേറെ ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. There can be no machine which would continuously supply mechanical work without some other form of energy disappearing simultaneously. അപ്പോൾ ഇതാണ് എന്ത്? PMM1 എന്ന് പറയുന്നത്. Such a fictitious machine is called a perpetual motion machine of first kind, or in brief PMM1. A PMM1 thus impossible. The converse of the above statement is also true. There can no machine which would continuously consume work without some other form of energy appearing simultaneously. So ഇപ്പോൾ PMM1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു അപ്പോൾ വേറൊരു എനർജിയുടെ ഇടവില്ലാതെ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് എന്ത്? പെർപച്വൽ മോഷൻ മെഷീൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ PMM1 എന്ന് പറയുന്നത്. ഫസ്റ്റ് കൈൻഡ്, സെക്കൻഡ് കൈൻഡ് ഉണ്ട്. സോ ഇപ്പോൾ ഈ മെഷീൻ വിച്ച് വുഡ് നോട്ട് കണ്ടിന്യൂസ്ലി സപ്ലൈ മെക്കാനിക്കൽ വർക്ക് വിത്തൗട്ട് സം അതർ ഫോം ഓഫ് എനർജി ഡിസപ്പിയറിങ് സൈമൾട്ടേനിയസ്ലി. അപ്പോൾ സൈമൾട്ടേനിയസ് ആയിട്ട് എന്താണ്? ഏതെങ്കിലും വേറൊരു ഫോം ഓഫ് എനർജി ഡിസപ്പിയർ ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യില്ല? മെക്കാനിക്കൽ വർക്ക് എന്ത് ചെയ്യില്ല? ഒരു മെഷീനും നമുക്ക് എന്ത് ചെയ്യില്ല? ഔട്ട്പുട്ട് ആയിട്ട് തരില്ല. അതേപോലെ തന്നെ എന്താണ്? The converse of the above statement is also true. There can no machine which would continuously consume work without some other form of energy appearing simultaneously. അതേപോലെ തന്നെ എന്താണ്? കണ്ടിന്യൂസ്ലി ഒരു മെഷീനും എന്ത് ചെയ്യില്ല? വർക്ക് കൺസ്യൂം ചെയ്യില്ല വിത്തൗട്ട് അപ്പിയറിങ് സം അതർ ഫോം ഓഫ് എനർജി. ഇപ്പോൾ മറ്റേതെങ്കിലും ഒരു ഫോം ഓഫ് എനർജി ഔട്ട്പുട്ട് തരാതെ എന്ത് ചെയ്യില്ല? കണ്ടിന്യൂസ് ആയിട്ട് ഒരു മെഷീനും വർക്ക് എന്ത് ചെയ്യില്ല? കൺസ്യൂം ചെയ്യില്ല.
അപ്പോൾ ഇതാണ് PMM1 എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് ലോന്റെ ലിമിറ്റേഷൻ ആണ്. സോ ഫസ്റ്റ് ലോ ഡീൽസ് വിത്ത് എമൗണ്ട് ഓഫ് എനർജി ഓഫ് വേരിയസ് ഫോം ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് ഇറ്റ് സറൗണ്ടിങ് ആൻഡ് വിത്ത് ചേഞ്ച് ഇൻ എനർജി സ്റ്റോർഡ് ഇൻ ദ സിസ്റ്റം. അപ്പോൾ എന്താണ് ഒരു ഫസ്റ്റ് ലോ, എന്താണ് ഒരു സിസ്റ്റം അതിൻ്റെ സറൗണ്ടിങ്ങുമായിട്ടുള്ള എനർജി ഇൻട്രാക്ഷൻസ്, അതേപോലെ തന്നെ എന്താണ് എനർജി സ്റ്റോർഡ് ഇൻ ദ സിസ്റ്റം, ഇതിനൊക്കെ എന്ത് ചെയ്യുന്നത് ഡീൽ ചെയ്യുന്നത്. ഇറ്റ് ട്രീറ്റ് ദ വർക്ക് ആൻഡ് ഹീറ്റ് ഇൻറ്ററാക്ഷൻ ആസ് ഇക്വലന്റ് ഫോം ഓഫ് എനർജി ഇൻ ട്രാൻസിറ്റ്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റ് അതേപോലെ തന്നെ വർക്കിന് എന്താണ് ബൗണ്ടറി ഫിനോമിനൻസ് അല്ലെങ്കിൽ എനർജി ഇൻ ട്രാൻസിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ദ പോസിബിലിറ്റി ഓഫ് സ്പോണ്ടേനിയസ് പ്രോസസ് പ്രൊസീഡിങ് ഇൻ എ സർട്ടൻ ഡയറക്ഷൻ. ഇപ്പോൾ ഇതെന്ത് ചെയ്യുന്നില്ല, ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ നടക്കുന്ന സ്പോണ്ടേനിയസ് പ്രോസസ്സ്, അപ്പോൾ അതിൻ്റെ പോസിബിലിറ്റിനെ എന്ത് ചെയ്യുന്നില്ല ഫസ്റ്റ് ലോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല. ആൻഡ് സെക്കൻഡ് ലോ വിച്ച് അസൈൻ എ ക്വാളിറ്റി ടു ഡിഫറെൻറ്റ് ഫോം ഓഫ് എനർജി. ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് ഫോം ഓഫ് എനർജിക്ക് ക്വാളിറ്റി അസൈൻ ചെയ്യുന്നത് സെക്കൻഡ് ലോ ആണ്. അതേപോലെ തന്നെ എന്താണ് ഓൾസോ ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് എനി സ്പോണ്ടേനിയസ് പ്രോസസ്. അതേപോലെ തന്നെ സെക്കൻഡ് ലോ എന്ത് ചെയ്യുന്നുണ്ട് സ്പോണ്ടേനിയസ് പ്രോസസ്സിൻ്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ലോന്റെ ലിമിറ്റേഷൻ എന്തൊക്കെയാണ്. ഇത് ഹീറ്റ് എനർജിനെ വർക്കിനെ എന്താണ് ബൗണ്ടറി ഫിനോമിനൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഏതെങ്കിലും ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്, ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ നടക്കുന്ന സ്പോണ്ടേനിയസ് പ്രോസസ്സിന് എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ ഒന്നും എന്ത് ചെയ്യുന്നില്ല ഫസ്റ്റ് ലോ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല. പിന്നെ അടുത്തത് അപ്പോൾ ഹീറ്റിനെ വർക്കിന് എന്താണ് ഇക്വലന്റ് ഫോം ഓഫ് എനർജി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ലോ ട്രീറ്റ് ചെയ്യുന്നത്. സോ വർക്കും അതായത് ഹീറ്റും വർക്കും എന്താണ് ഇക്വലന്റ് ഫോം ഓഫ് എനർജി അല്ല, എന്താണ് ക്വാളിറ്റിയിൽ എന്തുണ്ട് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അന്ന് എന്ത് ചെയ്യുന്നില്ല സെക്കൻഡ് ലോ പറയുന്നില്ല. അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്റർ, അതായത് 4th ചാപ്റ്റർ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി എന്തൊക്കെ ഇതിനകത്ത് പറഞ്ഞു നോക്കാം. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. മെയിൻലി നമ്മൾ ക്ലോസ്ഡ് സിസ്റ്റത്തിനാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. കാരണം ഫ്ലോ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഫ്ലോ പ്രോസസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് അടുത്ത ചാപ്റ്ററിൽ വരുന്നുണ്ട്. അപ്പോൾ എനർജി നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി എന്തൊക്കെ ഇതിനകത്ത് പറഞ്ഞു നോക്കാം. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. മെയിൻലി നമ്മൾ ക്ലോസ്ഡ് സിസ്റ്റത്തിനാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. കാരണം ഫ്ലോ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഫ്ലോ പ്രോസസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് അടുത്ത ചാപ്റ്ററിൽ വരുന്നുണ്ട്. അപ്പോൾ എനർജീനെ നമുക്ക് എനർജി എന്താണ് രണ്ട് ഫോമാണ് വരുന്നത്, എനർജി ഇൻ ട്രാൻസിറ്റും എനർജി ഇൻ സ്റ്റോറേജും. അപ്പോൾ എനർജി ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഹീറ്റും വർക്കുമാണ് വരുന്നത്. അപ്പോൾ എനർജി എന്തൊക്കെയാണ് ഹീറ്റ് എനർജി ഇൻ ട്രാൻസിറ്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ എന്താണ് സ്റ്റോർഡ് വരുന്നുണ്ട് എനർജി. സോ അപ്പോൾ അതിൽ ട്രാൻസിറ്റിൽ വരുന്ന ഏതൊക്കെയാണ് ഹീറ്റും വർക്കുമാണ് വരുന്നത്. ഇതെന്താണ് ബൗണ്ടറി ഫിനോമിനൻസ് ആണ്. ദെൻ സ്റ്റോർഡ് എനർജി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് അത് മൈക്രോസ്കോപ്പിക് ഉണ്ട്, മാക്രോസ്കോപ്പിക് ഉണ്ട്. അപ്പോൾ ഈ ഒരു മാക്രോസ്കോപ്പിക് വരുന്നത് എങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ കോൺഫിഗറേഷൻ ഒക്കെ കാരണമാണ് എന്ത് ചെയ്യുന്നത് മാക്രോസ്കോപ്പിക് എനർജീസ് വരുന്നത്. ദെൻ ഈ ഒരു സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ, അറ്റോമിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ആറ്റം മോളിക്യൂൾസിനകത്തൊക്കെ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള എമൗണ്ട് ഓഫ് എനർജിയാണ് എന്ത് ചെയ്യുന്നത് മൈക്രോസ്കോപ്പിക് എനർജി വരുന്നത് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക്കലി സ്റ്റോർഡ് എനർജി വരുന്നത്. ദെൻ ഒരു ക്ലോസ്ഡ് സിസ്റ്റം എന്താണ് ഒരു സൈക്കിള് അണ്ടർഗോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ എഫക്റ്റ് എന്താണെന്ന് നമ്മൾ കണ്ടു. അവിടെ നമുക്ക് ജെ കിട്ടിയത് ദാറ്റ് ഈസ് സം ഓഫ് വർക്ക് ബൈ സം ഓഫ് ഹീറ്റ് അല്ലെങ്കിൽ സം ഓഫ് വർക്ക് ട്രാൻസ്ഫർ ആൻഡ് സം ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ എ സൈക്കിൾ ഇസ് ഈക്വൽ ടു ജെ, അല്ലെങ്കിൽ ജൂൾസ് ഇക്വലന്റ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഇക്വലന്റ് എന്ന് പറയാം. ഈ ഒരു സെയിം റേഷ്യോ ആയിരിക്കും ചെയ്യുന്നത് എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് ഇൻട്രാക്ഷൻ വർക്ക് ഇൻട്രാക്ഷനുള്ള ക്ലോസ്ഡ് സിസ്റ്റത്തിന് വരുന്നത്. അടുത്തത് എന്താണ് ഫസ്റ്റ് ലോ ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് എ ചേഞ്ച് സ്റ്റേറ്റ് ചേഞ്ച്. ഇപ്പോൾ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിന് എന്താണ് ഒരു
S1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടുത്തെ നെറ്റ് ട്രാൻസ്ഫർ എന്തായിരിക്കും? സ്റ്റോർഡ് എനർജി ആയിരിക്കും, അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് എനർജി എന്ന് നമുക്ക് പറയാം, ഡെൽറ്റ ഇ. അപ്പോൾ ഇതെന്താണ്? ഇത് എനർജി എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റത്തിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. സോ Q മൈനസ് W എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റത്തിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. സോ Q മൈനസ് W ആണ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ദെൻ എനർജി സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടി ആണെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് കണ്ടു. ദെൻ ഡിഫറെൻറ്റ് ഫോം ഓഫ് എനർജി അല്ലെങ്കിൽ സ്റ്റോർഡ് എനർജിയുടെ ഡിഫറെൻറ്റ് ഫോംസ് നമ്മൾ കണ്ടു. അപ്പോൾ അതിൽ ഏതൊക്കെയാണ്? മാക്രോ, ദെൻ മൈക്രോ. രണ്ട് ഫോമിലാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റോർഡ് എനർജീസ് വരുന്നത്. അപ്പോൾ മാക്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ തന്നെയാണ് സിസ്റ്റം ആസ് എ ഹോൾ ആണ്. ഇത് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിൻ്റെ കേസാണ് വരുന്നത്. ഇപ്പോൾ അത് ഏതൊക്കെയാണ് വരുന്നത്? കൈനറ്റിക് എനർജി വരുന്നുണ്ട്. ദെൻ ഡ്യൂ ടു ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ ആണ്. ദെൻ ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി വരുന്നുണ്ട്. ഡാറ്റത്തിൽ നിന്ന് ഇസഡ് ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ ഇസഡ് എലിവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി പോസസ് ചെയ്യുന്നുണ്ടായിരിക്കും. മൈക്രോസ്കോപ്പിക് ലെവലിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? പാർട്ടിക്കിൾസിന് കൊളീഷൻ ഉണ്ടായിരിക്കും. സോ എന്തായിരിക്കും? അതിന് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഉണ്ടാവും, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ടാവും, ദെൻ കെമിക്കൽ എനർജി, ഇലക്ട്രോണിക് എനർജി, ദെൻ ന്യൂക്ലിയർ എനർജി, ദെൻ വൈബ്രേഷണൽ എനർജി. ഇത്ര എനർജി ഉണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഒരു സിംഗിൾ പാർട്ടിക്കിളിന്. സോ ഇപ്പോൾ സം ഓഫ് എനർജി നമുക്ക് എന്ത് ചെയ്യാം? യു എന്ന് എടുക്കാം, ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം. ദെൻ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതുപോലെ തന്നെ റിപ്പൾഷൻ ഒക്കെ എന്താണ്? ഐഡിയൽ ഗ്യാസിൽ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ഓൺലി എന്ന് പറയാം. എന്താണ്? ഇന്റേണൽ എനർജി ടെമ്പറേച്ചറിന്റെ മാത്രം ഒരു ഫംഗ്ഷൻ ആണെന്ന് പറയാം. അപ്പോൾ സ്റ്റോർഡ് എനർജി, ടോട്ടൽ എനർജി സ്റ്റോർഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കെ ഇ, ദാറ്റ് ഈസ് മാക്രോ പ്ലസ് മൈക്രോ ആയിരിക്കും. സോ ഇത് മൈക്രോ, ദെൻ ഇതെന്താണ്? മാക്രോ. നമ്മൾ ഗ്രാവിറ്റി അതേപോലെ തന്നെ എന്താണ്? മോഷൻ കൺസിഡർ ചെയ്യാന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? മാക്രോസ്കോപ്പിക് എനർജി 0 ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും? ഈക്വൽ ടു യു മാത്രം. അതായത് എനർജി സ്റ്റോർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇന്റേണൽ എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. സോ യു എന്ന് പറയുന്നത് എന്താണ്? DQ മൈനസ് DW ആണ്. സോ ഇതെന്താണ്? ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. പിന്നെ വരുന്നത് സ്പെസിഫിക് ഹീറ്റ് ആണ്, അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആൻഡ് കോൺസ്റ്റന്റ് വോളിയം, ദെൻ CV അല്ലെങ്കിൽ CP. അപ്പോൾ നമ്മൾ ജനറലായിട്ട് എന്താണ്? എക്സും വൈയും എടുത്തിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? നേരത്തെ പ്രോപ്പർട്ടി റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ട് പ്രോപ്പർട്ടീസ്. അപ്പോൾ നമുക്ക് എന്താണ്? ജസ്റ്റ് പിയും വിയും എടുത്തു, രണ്ട് പ്രോപ്പർട്ടീസ് ആണ്. ജസ്റ്റ് എന്ത് ചെയ്ത് റെപ്രസെന്റ് ചെയ്തു വിചാരിക്കുക. ഒരു പ്രോസസ്സ് എന്താണ്? കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സ്. ഓക്കെ, പിയും വിയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ആഡഡ് എന്തായിരിക്കും? ഇന്റേണൽ എനർജി ആയിട്ട് എന്ത് ചെയ്യും? അക്യുമുലേറ്റ് ചെയ്യും ഒരു സിസ്റ്റത്തിൽ. ഇപ്പോൾ CV എന്ന് പറയുമ്പോൾ എന്താണ്? ഡോ ബൈ ഡോട്ട് ടി ആണ്, അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇപ്പോൾ PdU വർക്ക് മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ വോളിയം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Q ഇസ് ഈക്വൽ ടു DU എന്ന് എഴുതാം. അപ്പോൾ DU ബൈ DT എന്തായിരിക്കും? DQ ബൈ DT ആയിരിക്കും. അപ്പോൾ നമുക്ക് DQ ബൈ DT ആയിട്ട് കോൺസ്റ്റന്റ് വോളിയം എന്ന് എഴുതാം. CV-നെ അപ്പോൾ എന്താണ്? അപ്പോൾ കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് അഡീഷൻ നടത്തി കഴിഞ്ഞാൽ PdU വർക്ക് അല്ലാതെ വർക്കൊന്നും ഇല്ലാത്തൊരു സിസ്റ്റത്തിൽ എന്തായിരിക്കും? ഇന്റേണൽ എനർജി എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് എൻതാൽപ്പി ആണ്. സോ ഇപ്പോൾ കോൺസ്റ്റന്റ് പ്രഷറിൽ ഹീറ്റ് അഡീഷൻ നടത്തിയെന്ന് വിചാരിക്കുക. സെയിം കേസ് തന്നെയാണ്. PdU വർക്ക് അല്ലാതെ വേറെ വർക്കൊന്നും ഇല്ലാത്ത ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഈ ട്രാൻസ്ഫർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഇൻക്രീസ് ദി എൻതാൽപ്പി ഓഫ് ദ സിസ്റ്റം.
നമുക്ക് ഡി ക്യു എന്താണ്? യു പ്ലസ് പി വി ആണ്. അപ്പോൾ അതിനെ നമുക്ക് ഡി ക്യു ഈക്വൽ ടു ഡി എച്ച് എന്ന് എഴുതാം. അപ്പോൾ കോൺസ്റ്റന്റ് പ്രഷറിൽ ഹീറ്റ് അഡീഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എൻതാൽപ്പി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ എൻതാൽപ്പി വേരി ചെയ്യും. ദെൻ കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് അഡീഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇന്റേണൽ എനർജി എന്ത് ചെയ്യും? വേരി ചെയ്യും. അപ്പോൾ ഐഡിയൽ ഗ്യാസിനും എന്താണ്? എൻതാൽപ്പി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺലി. അടുത്തത് സി പി ആണ്. ഇപ്പോൾ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡോ എച്ച് ബൈ ഡോട്ട് ചെയ്യണം. അതായത് സ്പെസിഫിക് എൻതാൽപ്പി, അതായത് ചേഞ്ച് ഇൻ സ്പെസിഫിക് എൻതാൽപ്പി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എൻതാൽപ്പി വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ നമുക്ക് പറയാം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അപ്പോൾ ഒരു സിസ്റ്റം നോക്കുക. അപ്പോൾ അതിൻ്റെ ഡി ക്യു എന്തായിരിക്കും? ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് പി ഡി പി ആയിരിക്കും. സോ ഇപ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. സോ ഇപ്പോൾ ഡി പി 0. അപ്പോൾ ഡി ക്യു ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഡി എച്ച് എന്ന് എഴുതാം. അപ്പോൾ ഡോ ക്യു ബൈ ഡോ ടി ഈക്വൽ ടു എന്താണ്? ഡോ എച്ച് ബൈ ഡോ ടി എന്ന് എഴുതാം. നമുക്ക് എങ്ങനെ എഴുതാം? സി പി ഈക്വൽ ടു ഡോ ക്യു ഡിവൈഡ് ബൈ ഡോ ടി എന്ന് പറയാം മറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എന്താണ്? ക്യു ഈസ് ഈക്വൽ ടു ക്യു അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഈക്വൽ ടു എന്താണ്? ഇന്റഗ്രൽ സി പി ഡി ടി എന്ന് എഴുതാം. അതേപോലെ തന്നെ എന്താണ്? ക്യു വി ഈസ് ഈക്വൽ ടു സി വി ഡി ടി എന്ന് എഴുതാം. ഇന്റഗ്രൽ സി വി ഡി ടി ഫ്രം T1 ടു T2. എന്താണ് ഹീറ്റ് അഡീഷൻ അല്ലെങ്കിൽ ഹീറ്റ് ആഡഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് വേണമെങ്കിൽ എം സി പി ഡെൽറ്റ ടി എന്ന് പറയാം. ഇവിടെ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണെന്നുണ്ടെങ്കിൽ എം സി പി ഡെൽറ്റ ടി എന്ന് നമുക്ക് പറയാം. പിന്നെ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഹീറ്റ് ഇൻട്രാക്ഷനോ വർക്ക് ഇൻട്രാക്ഷനോ ഉണ്ടായിരിക്കില്ല. ഓക്കെ, Q0 ആയിരിക്കും. ദെൻ W0 ആയിരിക്കും. അതേപോലെ തന്നെ എന്തായിരിക്കും? വർക്കും ഈ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കില്ല. സോ ഇപ്പോൾ എന്തായിരിക്കും? ഡി ക്യു മൈനസ് ഡി ഡബ്ല്യു ഈക്വൽ ടു 0 ആയിരിക്കും. സോ ഇപ്പോൾ ഡി ക്യു മൈനസ് ഡി ഡബ്ല്യു ഈക്വൽ ടു എന്താണ്? ഡി ഇ ആണ്. അതെന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഡി ഇ 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഈക്വൽ ടു കോൺസ്റ്റന്റ്. അതിൻ്റെ എനർജി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. ദെൻ അടുത്തതാണ് PMM1 എന്ന് പറയുന്നത്. അപ്പോൾ PMM1 എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ടിന്യൂസ്ലി മെക്കാനിക്കൽ വർക്ക് ഔട്ട്പുട്ട് തരുന്ന ഒരു സിസ്റ്റമാണ് വിത്തൗട്ട് എയ്ഡ് ഓഫ് എനി ഇൻടേക്ക് ഓഫ് എനർജി അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ ഓഫ് എനി ടൈപ്പ് ഓഫ് എനർജി. എന്താണ്? അത് പോസിബിൾ അല്ല ബിക്കോസ് ഓഫ് ദി ഫസ്റ്റ് ലോ. എന്താണ്? അല്ലെങ്കിൽ എനർജി കൺസർവേഷൻ. No machine could continuously supply mechanical work without some form of energy disappearing simultaneously. Also, no system would continuously consume work without appearing some other form of energy appearing simultaneously. അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ചാപ്റ്റർ വരുന്നത്. ഇതിനകത്ത് ഫുള്ള് പ്രോബ്ലംസ് ആണ്. പിന്നെ ഫസ്റ്റ് ലോൻ്റെ ലിമിറ്റേഷൻ. സോ ഇപ്പോൾ എന്താണ്? നമുക്ക് ഫസ്റ്റ് ലോ എന്ത് തരുന്നില്ല? ക്വാളിറ്റി ഓഫ് എനർജി തരുന്നില്ല. അപ്പോൾ ഹീറ്റ് ലോ അല്ലെങ്കിൽ ഹീറ്റ് എനർജിയുടെ അതുപോലെ തന്നെ വർക്കിൻ്റെ എന്താണ്? ക്വാളിറ്റി തരുന്നില്ല. അതേപോലെ തന്നെ സ്പോണ്ടേനിയസ് പ്രോസസ്സിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നില്ല? ഫസ്റ്റ് ലോ തരുന്നില്ല. അതേപോലെ തന്നെ എന്താണ്? നമ്മളുടെ മെക്കാനിക്കൽ ഇക്വലൻ്റ് അല്ലെങ്കിൽ ജൂൾ ഇക്വലൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എനർജീനെ ഫസ്റ്റ് ലോ കൺസിഡർ ചെയ്യുന്നത്. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ഫസ്റ്റ് ലോൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബ്ലംസ് കുറച്ച് ഇതിനകത്ത് സോൾവ്ഡ് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അൺസോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ഇതിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യാം? മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യാം? വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യാം?
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിനകത്ത് ഇപ്പോൾ എന്തെങ്കിലും ജസ്റ്റ് പറയുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ കാണുന്ന മറ്റുള്ള ആൾക്ക് എന്തായിരിക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.